ഇന്നലെ അന്തരിച്ച കലാഭവൻ മണിയുടെ സംസ്കാരം ഇന്ന് വീട്ടുവളപ്പിൽ വൈകിട്ട് 5 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ തുടങ്ങുക. രാവിലെ 11:30 മുതൽ 12 മണിവരെ സംഗീത നാടക അക്കാദമി ഹാളിലും തുടർന്ന് 3 മണിവരെ ചാലക്കുടി നഗരസഭാ ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ട് 7:15 കലാഭവൻ മണിയുടെ അന്ത്യം. കൂടുതൽ വിവരങ്ങളുമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ശ്യാം കൃഷ്ണൻ, ചാലക്കുടിയിൽ നിന്ന് സനൂപ് ശശിധരൻ എന്നിവർ ചേരുന്നു. ആദ്യം ശ്യാമിലേക്ക്. ശ്യാം, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായോ? മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ആശുപത്രിയിൽ നിന്ന് നൽകാനുള്ളത്? അഷ്റഫ്, പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 10:00 പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കപ്പെടുകയാണെങ്കിൽ കൃത്യം 11 മണിക്ക് തന്നെ തൃശ്ശൂരിലെ കേരള സംഗീത നാടക അക്കാദമിയിലേക്ക് കലാഭവൻ മണിയുടെ മൃതദേഹം പൊതുദർശനത്തിനായി കൊണ്ടുപോകും. 11 മണി മുതൽ 11:30 വരെയാണ് കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത സമയം. ഈ സമയത്തായിരിക്കും തൃശ്ശൂർ സംഗീത നാടക അക്കാദമി ഹാളിൽ കലാഭവൻ മണിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുക. അതിനുശേഷം ചാലക്കുടിയിൽ 12 മണി മുതൽ 3 മണി വരെയാണ് ചാലക്കുടിയിലെ കലാഭവൻ മണിയുടെ സ്വന്തം നാടായ ചാലക്കുടിയിലെ ആളുകൾക്ക് വേണ്ടി പൊതുദർശനത്തിന് വയ്ക്കുക. 5 മണിക്ക് കലാഭവൻ മണിയുടെ വീട്ടുവളപ്പിൽ വെച്ച് സംസ്കാരം നടക്കും. അഷ്റഫ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം, കലാഭവൻ മണി സിനിമയുടെ ഏത് അത്യുന്നതങ്ങളിലേക്ക് എത്തുമ്പോഴും നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ കലാഭവൻ മണിയുടെ മൃതദേഹം ഈ മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി എത്തിച്ച നിമിഷം മുതൽ ചാലക്കുടിയിലുള്ളവരും മറ്റ് സിനിമാ ആസ്വാദകരും കലാഭവൻ മണിയുടെ ആരാധകരുമായിട്ടുള്ള നിരവധി ആളുകളാണ് ഈ മോർച്ചറിയുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുൻപിൽ സ്ത്രീകളടക്കമുള്ള ഒരു വലിയ ജനസഞ്ചയം തന്നെ കലാഭവൻ മണിയെ വിവിധ തരത്തിൽ ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും സ്നേഹവും സൗഹൃദവും ഒക്കെയുള്ള നിരവധി ആളുകളാണ് ഈ മോർച്ചറിക്ക് മുൻപിൽ ഇപ്പോൾ തടിച്ചുകൂടി നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഈ കാര്യം വ്യക്തമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം ഇന്നലെ തന്നെ ഡോക്ടർമാർ പറഞ്ഞിരുന്ന ഒരു പ്രധാന കാര്യം, മീഥൈൻ ആൽക്കഹോളിൻ്റെ അംശം കലാഭവൻ മണിയുടെ ശരീരത്തിൽ കണ്ടെത്തി എന്നാണ്. അഥവാ വ്യാജമദ്യ ദുരന്തം എല്ലാം ഉണ്ടാകുമ്പോൾ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന ആൽക്കഹോളിക് അംശം ശരീരത്തിലുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ പ്രധാനമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് എന്താണ് യഥാർത്ഥ മരണകാരണം എന്ന് അറിയാൻ കഴിയൂ. അങ്ങനെയാണെങ്കിൽ കലാഭവൻ മണിക്ക് മീഥൈൻ ആൽക്കഹോളിലേക്ക് എത്തിയ വഴികൾ എന്താണ് എന്ന് അന്വേഷിക്കേണ്ടി വരും. കലാഭവൻ മണിയുടെ ഒരു ഔട്ട് ഹൗസ്, വീടിനോട് ചേർന്ന് ചാലക്കുടി പുഴയുടെ തീരത്തുള്ള കലാഭവൻ മണിയുടെ ഒരു വിശ്രമ കേന്ദ്രം ഇപ്പോൾ പോലീസും എക്സൈസും സീൽ ചെയ്തിട്ടുണ്ട്. മണിക്കൂറുകളായി ഇവിടെ കാത്തു നിൽക്കുന്ന കലാഭവൻ മണിയുടെ ആരാധകരിലേക്ക് നമുക്ക് ഒരു നിമിഷം പോകാം. എന്താണ് പേരെന്താണ്? പേര് ബൈജു എന്നാണ്. എൻ്റെ സ്വദേശം തിരൂരാണ്. ഈ കലാഭവൻ മണിയുടെ മരണ വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കരുത്തേറ്റൊരു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ സ്ഥാനാർത്ഥിത്വം ഉണ്ട് എന്നാണ് ഞങ്ങളൊക്കെ കേട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം ഈ അക്ഷര കേരളത്തിലും തൃശ്ശൂരിനും അതുമാത്രമല്ല സിനിമ ലോകത്തിനും ഇടതുപക്ഷത്തിനും വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതാണ് അഷ്റഫ് ജനങ്ങളുടെ ഒരു പൊതുവികാരം. തങ്ങളിലൊരാളായി തങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന കലാഭവൻ മണിയുടെ അന്ത്യയാത്രയിൽ പങ്കാളിയാകുന്നതിനാണ് വിവിധ ദേശങ്ങളിൽ നിന്ന്, ചാലക്കുടിയിൽ നിന്ന് മാത്രമല്ല വിവിധ ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അഷ്റഫ്. ശ്യാമ, തുടരുക. കലാഭവൻ മണിയുടെ വീടായ മണിക്കൂടാരത്തിൽ നിന്നും സനൂപ് ശശിധരൻ കൂടിയുണ്ട്. സനൂപ്, എന്തൊക്കെയാണ് വീട്ടിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അഷ്റഫ്, 12 മണിയോടുകൂടിയാണ് ചാലക്കുടിക്കാരനായ കലാഭവൻ മണിയുടെ ഭൗതിക ശരീരം ചാലക്കുടിക്കാർക്കായി പൊതുദർശനത്തിന് വയ്ക്കുന്നത്. ചാലക്കുടി നഗരസഭയുടെ ടൗൺ ഹാളിലാണ് ഭൗതിക ശരീരം 12 മണി മുതൽ 3 മണി വരെ പൊതുദർശനത്തിന് വയ്ക്കുക. അതിനുശേഷമാണ് 5 മണിയോടെ വീട്ടുവളപ്പിൽ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ഈ സ്ഥലത്താണ് കലാഭവൻ മണിയുടെ സംസ്കാരം നടക്കുക. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കലാഭവൻ മണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വലിയ നടനായിരുന്നുവെങ്കിൽ കൂടി ചാലക്കുടിക്കാർക്ക് അദ്ദേഹം ഒരു ചാലക്കുടിക്കാരൻ മാത്രമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും. ഒരു താരത്തിൻ്റെ ജാടയോ നാട്യമോ ഒന്നുമില്ലാതെ സാധാരണക്കാരനായാണ് അദ്ദേഹം ചാലക്കുടിയിൽ പെരുമാറിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രാവിലെ മുതൽ തന്നെ, മരണവാർത്ത അറിഞ്ഞ് ഇന്നലെ മുതൽ തന്നെ, പ്രത്യേകിച്ച് ഇന്ന് രാവിലെ മുതൽ നിരവധി പേരാണ്, പ്രായം ചെന്നവരും അല്ലാത്തവരുമായി നിരവധി പേരാണ് അദ്ദേഹത്തിൻ്റെ ചാലക്കുടിയിലെ വീടായ മണിക്കൂടാരത്തിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നത്. നിരവധി പേർ, അവർ പലരുമായി നമ്മൾ സംസാരിക്കേണ്ടായി. നമ്മൾ നേരത്തെ നമ്മുടെ തന്നെ വാർത്തയിൽ സംസാരിച്ച പലരും പറഞ്ഞത് മകനെ പോലെ
പോലെയായിരുന്നു കലാഭവൻ മണി, അല്ലെങ്കിൽ സ്വന്തം സഹോദരനായിരുന്നു. ചാലക്കുടിയെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു കലാഭവൻ മണിയുടെ നാടൻ പാട്ടുകളും ഒപ്പം തന്നെ അദ്ദേഹം തയ്യാറാക്കിയ മിമിക്രിയായും ശരി, അതിൽ നിന്ന് ഉൾക്കൊണ്ടിരുന്ന പ്രചോദനം ഉൾക്കൊണ്ടിരുന്ന ചാലക്കുടിയിൽ നിന്ന് തന്നെയായിരുന്നു, ഈ ചാലക്കുടിയിലെ ജനങ്ങളിൽ നിന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ചാലക്കുടിയുമായി വലിയ ഒരു ബന്ധം തന്നെയുണ്ട്. പല താരങ്ങളെ പോലെ വലിയ താരമായപ്പോൾ അദ്ദേഹം നാടിനെ മറക്കുകയോ അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്ന് അകന്ന് താനൊരു താരമാണ് എന്ന രീതിയിൽ ജീവിക്കുകയോ ചെയ്തിരുന്നില്ല. ഈ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഉത്സവങ്ങൾ, ഓണമായാലും എന്ത് തന്നെയാണെങ്കിലും ആ ആഘോഷങ്ങളിലെല്ലാം തന്നെ നാട്ടുകാർക്കൊപ്പം മുന്നിൽ തന്നെ അത് നടത്താനായി അദ്ദേഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചാലക്കുടിയിൽ അദ്ദേഹത്തിന്റെ നാട്ടുകാർ ഒരുപാട് പേരുണ്ട്. എങ്ങനെ കലാഭവൻ മണിയെ എന്ന ചാലക്കുടിക്കാരനെ നിങ്ങൾ സ്മരിക്കുന്നു? മണി ഇഷ്ടമാണ്, എല്ലാ പടങ്ങളും കാണാറുണ്ട്, പിന്നെ നല്ലൊരു വ്യക്തിയാണ്, വിഷമമുണ്ട്. ഒരുപക്ഷെ കലാഭവൻ ചെറുപ്പം മുതൽ തന്നെ നിങ്ങളെല്ലാം കണ്ടതാണ്. ഇദ്ദേഹം ഓട്ടോറിക്ഷ ഓടിച്ചൊക്കെ സാധാരണക്കാരായിട്ട് ജീവിച്ചതാണ്. ഞാൻ പാലക്കാടിലാണ് അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. മരണം പറഞ്ഞ് പാലക്കാട് നിന്ന് വന്നതാണോ? അനവധി സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും എല്ലാവർക്കും ഒരുപാട് സഹായങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന ആളാണ് മണി. 2 ദിവസം മുമ്പ് വെള്ളിയാഴ്ച എൻ്റെ മകനെ ആർമിയിൽ ജോലി കിട്ടിയപ്പോൾ അർജുന ഷോ എന്ന പേര് ഇവിടെ വന്ന് ആളെ കണ്ട് ആശീർവാദം വാങ്ങി എൻ്റെ മാമാന്ന് വിളിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സ്നേഹത്തോട് യാത്രയാക്കി ചെയ്ത ഒരു മണിയാണ്. ഇങ്ങനെ വന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. തീർച്ചയായും നാട്ടിൽ എന്ത് ഉണ്ടെങ്കിലും അവിടെയെല്ലാം കലാഭവൻ മണി ഉണ്ടായിരുന്നു. അത് ഉത്സവമായാലും ശരി, എന്ത് ആഘോഷമായാലും ശരി, നാട്ടുകാരുടെ എന്ത് ആവശ്യത്തിനും കലാഭവൻ മണി മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കേട്ട പാലക്കാട് നിന്ന് മരണവാർത്ത അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ അവസാനം ഉയർന്നു കാണാൻ എത്തിയിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് പലരും, കുട്ടികളൊന്നോ അല്ലെങ്കിൽ പ്രായമായവരെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ തന്നെയാണ് രാവിലെ മുതൽ തന്നെ വരുന്നത്. നിരവധി പേർ ഇപ്പോഴും നമ്മോടൊപ്പമുണ്ട്. കലാഭവൻ മണിയെ എങ്ങനെ ഓർക്കുന്നു? ഇപ്പോൾ എൻ്റെ ഒരു വലതു കൈ നഷ്ടപ്പെട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത്. എപ്പോൾ വന്നാലും അതെ, പറയാനുള്ള വാക്കുകൾ എനിക്ക് കിട്ടണില്ല. ഞാൻ വെളുപ്പിനെ 4 മണിയായപ്പോൾ ഈ വാർത്ത അറിഞ്ഞ് വീട്ടിൽ പോലും പോകാതെ അദ്ദേഹം വൈക്കത്ത് നിന്നാണ് എത്തിയത്. കലാഭവൻ മണിയുമായി വലിയ ബന്ധം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സുഖം ഇല്ലാത്ത ആൾ കൂടിയാണ്. കലാഭവൻ മണി അദ്ദേഹത്തെ വളരെയധികം. സനൂപ, വിശദാംശങ്ങളിലേക്ക് തിരിച്ചു വരാം. കലാഭവൻ മണിയുടെ സംസ്കാരം വൈകിട്ട് 5 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുകയാണ്. തൃശൂരിലും ചാലക്കുടിയിലും പൊതുദർശനത്തിന് വയ്ക്കും. വിശദാംശങ്ങൾ നൽകിയത് ശ്യാംകൃഷ്ണനും സനൂപ് ശശിധരനും.